അപ്പൂന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകാതെ അവൻ എന്തു ചെയ്യും? താലപ്പൊലിപ്പാല നിൽക്കുന്ന കുന്നിനപ്പുറം അവൻ കണ്ടിട്ടില്ല. 7 കടലിനപ്പുറമുള്ള രാജ്യങ്ങൾ, കൂറ്റൻ കുന്നുകളുടെ വയറ് തുളച്ചു പായുന്ന തീവണ്ടി, മുട്ടുകുടയും പട്ടുകുപ്പായങ്ങളും നിറഞ്ഞ ആ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. ജാനുവിൻ്റെ അമ്മ ഓപ്പോളോട് യാത്ര പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചതാണത്രേ. ജാനുവിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സാരിയുണ്ട്. അവർ ജാനുവിൻ്റെ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടത്രേ. പിന്നെ ഒരു തമാശ കേൾക്കണോ? ജാനുവിൻ്റെ അച്ഛനെപ്പറ്റി അവളുടെ അമ്മ പറയുക അമ്മൂൻ്റെ അച്ഛൻ എന്നാണ്. ജാനുവിൻ്റെ അമ്മ പോയപ്പോൾ ഓപ്പോളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു പക്ഷേ ഓപ്പോൾക്കും കുന്നിൻ്റെ വയറ് തുളച്ച് പായുന്ന തീവണ്ടിയിൽ പോകണമെന്നുണ്ടായിരിക്കും. ഓപ്പോൾ എവിടേക്കും പോവാറില്ല. അമ്പലക്കുളത്തിലേക്ക് കൂടി. കുളിക്കുന്നത് വീട്ടിൽ കിണറ്റും കരയിലാണ്. പടിക്കലെ ഭഗവതിക്കാവിൽ പാട്ടും താലവും ഉണ്ടായപ്പോൾ വലിയമ്മ പോയി, അപ്പവും പോയി. എന്നിട്ടും ഓപ്പോൾ വന്നില്ല. ഓപ്പോൾ വരില്ലേ വല്യമ്മേ? അപ്പോൾ വലിയമ്മ കുരച്ചു ചാടി. ചെക്ക, മിണ്ടാണ്ടവിടെ നിന്നോ. കഴിഞ്ഞ ഇടവത്തിലാണ് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയായി. അത് ജയിച്ചാൽ അവനിനി 2ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ഞാനും അവളുടെ അച്ഛൻ്റെ സ്ഥലത്തെത്തിയാൽ സ്കൂളിൽ പോകുമത്രേ. അവിടെയും സ്കൂളുണ്ടായിരിക്കും. കേളുമാഷ് ഉണ്ടാവുമോ ആവോ? ഉണ്ടാവാതിരിക്കട്ടെ, അടി വാങ്ങിക്കാതെ കഴിയാമല്ലോ. ക്ലാസ്സിൽ അവനൊരു കൂട്ടുകാരനുണ്ട്, കുട്ടിശങ്കരൻ. പാടത്തിൻ്റെ മറുകരയ്ക്കാണ് കുട്ടിശങ്കരൻ്റെ വീട്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. കേളുമാസ്റ്റർ ചിലപ്പോൾ കുട്ടിശങ്കരനെ കുട്ടിച്ചാത്തനെന്ന് വിളിക്കും. എല്ലാവരും ചിരിക്കും. അവനത് കേൾക്കണം. എന്നാലും കേളുമാഷ് അടിക്കുന്ന അടി സഹിച്ചുകൂടാ. കുട്ടിശങ്കരൻ ഒരിക്കൽ അവനൊരു ചെറുനാരങ്ങ സമ്മാനിച്ചു. അത് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവൻ്റെ വീട്ടിൽ തലേ ദിവസം കുറേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നത്രേ. അവൻ്റെ കുഞ്ഞോപ്പോളുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് എന്തിനാ ചെറുനാരങ്ങ? പൊട്ടാ, അതറിയില്ലേ? അവൻ ചോദിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ നാട്യം അവൻ ഒരുപാട് കല്യാണം കണ്ടിട്ടുള്ള പോലെയാണ്. കല്യാണത്തെപ്പറ്റി കുട്ടിശങ്കരന് വിവരിച്ചു കൊടുത്തു. വളരെ ആളുകൾ വീട്ടിൽ വരും. പന്തലിൽ വന്നിരിക്കുന്നവരെയെല്ലാം കുപ്പിയിൽ പനിനീര് നിറച്ച് തളിക്കും. പനിനീരിന് നല്ല വാസനയുണ്ട്. പിന്നെ കളപ്പവും ചെറുനാരങ്ങയും എല്ലാവർക്കും കൊടുക്കുമത്രേ. ഇതൊന്നും അപ്പോ വിശ്വസിച്ചില്ല. നുണയാണെന്ന് തുറന്നു പറഞ്ഞാൽ അവൻ ചോദിക്കും, നീ കല്യാണം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. കുട്ടിച്ചങ്കനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പു പറഞ്ഞു, നിൻ്റോടെ എൻ്റെ ഓപ്പോൾക്ക് കല്യാണം ഉണ്ടായ അനക്കും നാരങ്ങ തരണ്ട്. പക്ഷേ കുട്ടിശങ്കരൻ പറയുകയാണ്, അതിന് അനക്കുണ്ടോ ഓപ്പോള്? അത് കേട്ടപ്പോൾ അപ്പുവിന് കലശലായ ദേഷ്യം വന്നു. കുട്ടിച്ചാത്ത എന്ന് 4 വട്ടം വിളിച്ച് ചെകിടത്തടിക്കാനാണ് തോന്നിയത്. കുട്ടിശങ്കരൻ അവനേക്കാളും വലിപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല. നിൻ്റെ ഓപ്പോള് പിന്നെ ആരുടെയാ? പൊട്ട, എൻ്റെ ഓപ്പോള എൻ്റെ അമ്മയല്ലേ? അപ്പോൾ കുട്ടിശങ്കരൻ്റെ വിട്ടിത്തരം ഓർത്ത് ചിരിയാണ് വന്നത്. വെറുതെ അല്ല കേളുമാഷ് കുട്ടിച്ചാത്തിന് ബുദ്ധിയില്ല എന്ന് പറയണത്. പോടാ, അനക്കൊന്നും അറിയില്ല. പിന്നെ അനക്കാന്നിച്ച എൻ്റെ അമ്മ പറഞ്ഞൂലോ. എൻ്റെ അമ്മയ്ക്കാന്നിച്ച പിന്നെ പിണക്കമായി. കുട്ടിശങ്കരൻ ചെറുനാരങ്ങ തിരിച്ചു ചോദിച്ചു. ചെറുനാരങ്ങ എടുത്ത് മുന്നിലെറിഞ്ഞ് അവനൊന്ന് കൊഞ്ഞനം കാട്ടി. ഓപ്പോള് കരയുകയായിരുന്നു. ഓപ്പോള് കരയുന്നത് കാണാൻ അപ്പൂന് ഇഷ്ടമില്ല. വടക്കേ മുറിയിൽ ജനാലപ്പടിമേൽ നെറ്റി അമർത്തി വെച്ചുകൊണ്ട് ഓപ്പോള് കരയുകയാണ്. അവർക്കെപ്പോഴും കരച്ചിൽ തന്നെ കരച്ചിൽ. ഒരുപക്ഷെ വലിയമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. വലിയമ്മ അപ്പൂനെയും ചീത്ത പറയാറുണ്ട്. അവന് കരച്ചിലല്ല, അരിശമണ്ണുണ്ടാവുക. ഓപ്പോളുടെ അത്ര വലിപ്പമുണ്ടെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത്ര വലുതായിട്ടും ഓപ്പോള് ചീത്ത മുഴുവൻ കേൾക്കും. ഓപ്പോളുടെ മുഖം വാടും, കണ്ണുകൾ നിറയും. അത് കാണുമ്പോൾ അവൻ പതുക്കെ സ്ഥലം വിടുകയാണ് പതിവ്. കരയുമ്പോൾ ഓപ്പോളുടെ അടുത്ത് നിൽക്കാൻ അപ്പൂന് വയ്യ. കരച്ചിലിനിടയിൽ ഓപ്പോൾ അവനെ കെട്ടിപ്പിടിക്കും. പിടിച്ചു പൂട്ടുന്നത് അവന് ഇഷ്ടമാണ്. പക്ഷേ മോനെ എന്ന് വെറുവെറുത്തുകൊണ്ട് നെറ്റിയിലും തലയിലും തെരുതെരെ ഉമ്മ മുത്തുമ്പോൾ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്പൂവിൻ്റെ ശരീരത്തിൽ അടർന്നു വീഴും. അപ്പോൾ അവനും വെറുതെ കരയാൻ തോന്നും. വലിയമ്മ ചീത്ത പറയുന്നത് അവൻ അത്ര ശ്രദ്ധിക്കാറില്ല. ധാരാളം ചീത്ത കേട്ടുകഴിഞ്ഞു. കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ കേൾക്കാറുള്ളതാണ്. നേരെ ഉച്ചയായാലേ ചെക്കൻ എണീക്കൂ. കണ്ടില്ലേടാ, നിന്റെ തല പൊട്ടിയപ്പോഴേക്കും പെരത്തറിയും കൂടി പൊളിഞ്ഞില്ലേ?
കോലായുടെ വക്കിൽ അമ്മിക്കല്ലിൻ്റെ അടുത്തിരുന്ന് പല്ല് തേക്കുമ്പോൾ നിലത്ത് കുറച്ച് വെള്ളം വീണാൽ മതി, വല്യമ്മ തുടങ്ങും. കുരുത്തം കെട്ടോനെ, എൻ്റെ എല്ലും മുള്ളും നുറുങ്ങിയിട്ടാ നിലം തേച്ചരച്ചെന്ന്. മുറ്റത്ത് കരടാക്കിയാൽ, കിണറ്റിലേക്കൊരു കല്ലിട്ടാൽ, ചെപ്പുകുടത്തിൽ നിന്ന് ചെണ്ട കൊട്ടിയാൽ എല്ലാം വല്യമ്മയ്ക്ക് ശകാരം തന്നെ ശകാരം. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് അവന് അല്പം ആശ്വാസമുണ്ട്. പകലധികം ഉപദ്രവമില്ലല്ലോ. ഓപ്പോൾക്ക് വല്യമ്മയെ 2 കൊടുത്താലെന്താ? പക്ഷേ വലിയമ്മയെ ഭയപ്പെടുന്നത് അപ്പൂനേക്കാൾ ഓപ്പോളാണ്. അപ്പൂനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ ഓപ്പോള് ചിലപ്പോൾ പറയും, അമ്മ അതിനെ പ്രാവി പ്രാവി കൊല്ലും. ഭാ, അതിനൊരാട്ടാണ് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് നിർത്തില്ല. അത്ര പഞ്ചാര വെച്ച് അങ്ങോട്ട് മിനുങ്ങിക്കോ. അവരവരുടെ ആവുമ്പോൾ അപ്പോൾ കുട്ടിയെ തൊടാൻ ചെന്ന കറമ്പിപ്പയ്യ കൊമ്പും കുലുക്കി വരാറുള്ളത് പോലെ വലിയമ്മയുടെ ഒരു വരവുണ്ട്. എടി അതിനേ കണ്ടോരം, എൻ്റെ അമ്മയെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. ഇത്രത്തോളമായാൽ അപ്പു പതുക്കെ മുറ്റത്തിറങ്ങി പോവുകയാണ് പതിവ്. തൊടിയിൽ ചക്കൻ്റെ കൂടെ ചുറ്റി നടക്കും. ചിലപ്പോൾ കുമ്പളവള്ളിക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന ചുവന്ന വാലുള്ള തുമ്പിയെ പിടിക്കാനൊരു ശ്രമം നടത്തും. ഒരിക്കലും അവനതിനെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്ത് സൂത്രക്കാരനാണെന്നോ! പട്ടുകോണവും ഉടുത്ത് പറന്നു നടക്കുന്ന ആ തുമ്പിച്ചക്കൻ. കുറെ കഴിഞ്ഞേ അപ്പു വീട്ടിനകത്തേക്ക് പോവൂ. അതിനിടയ്ക്ക് അവൻ ഓർക്കും, ഓപ്പോൾ വടക്കേ മുറിയിൽ ജനാലയുടെ പടിയിൽ നെറ്റി അമർത്തി വെച്ച് തേങ്ങി കരയാവൂ. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക എന്ന ബുദ്ധിമുട്ടുള്ള പണിയുണ്ട്. ഇടനാഴിയിലിരുന്നാണ് അപ്പു നാമം ചൊല്ലുക. കുറേ നമശിവായ ഉരുവിടും. പിന്നെ അശ്വതി ഭരണിയാണ്. അതവന് തെറ്റില്ല. മലയാള മാസം 12 കഴിഞ്ഞാൽ പിന്നെ ഓപ്പോളുടെ സഹായം വേണം. ഇംഗ്ലീഷ് മാസവും 1, 2, 3യും ഓപ്പോളാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. ഓപ്പോൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഉമ്മറത്തെ ഉണ്ണികൃഷ്ണൻ്റെ ചിത്രമുള്ള കലണ്ടറിൽ അച്ചടിച്ച ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ഓപ്പോൾക്ക് കഴിയും. ഓപ്പോൾ 8 വരെ പഠിച്ചതാണത്രേ. എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഓപ്പോളുടെ അടുത്ത് ചെന്നിരിക്കും. ഒന്നും പറയാറില്ല. ഓപ്പോളുടെ വിരലുകൾ അവൻ്റെ മുടിക്കുള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോളായിരിക്കും അടുത്ത വീട്ടിൽ നിന്നും പാട്ട് കേൾക്കുന്നത്. അടുത്ത വീട് വളരെ വലുതാണ്. അവിടെ അവൻ പോയിട്ടില്ല. വേലിക്കപ്പുറത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈയിടെയാണ്. പാട്ട് പാടുകയും വർത്താനം പറയുകയും ചെയ്യുന്ന ഒരു പെട്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി എങ്ങനെയാണ് പാട്ട് പാടുന്നതും പറയുന്നതും? ചക്കൻ പറയുന്നത് അതിനകത്ത് ആൾ കയറി ഇരുന്നിട്ടാകും എന്നാണ്. ചക്കനൊന്നും അറിയില്ല. അവൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അവനെ മാത്രം കറമ്പി കുത്താൻ പോവില്ല. അത് അവൻ്റെ കേമത്വമൊന്നുമല്ല, മുടിങ്കോൽ കണ്ടിട്ടാണ്. ആ പാട്ടൊക്കെ സിനിമയിലുള്ളതാണത്രേ. അപ്പു സിനിമ കണ്ടിട്ടില്ല. അവൻ്റെ ക്ലാസ്സിലെ യശോദയും മണിയും കണ്ടിട്ടുണ്ടത്രേ. സിനിമയിലെ ചിത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ സഞ്ചി അവൻ കണ്ടിട്ടുണ്ട്. പാട്ട് കേട്ടാൽ ഓപ്പോൾക്കൊരു പ്രാന്തിളകാറുണ്ട്. പിന്നെ ചോദിച്ചതിനൊന്നും മറുപടി പറയില്ല. അങ്ങനെ പിണക്കം കാട്ടുന്നത് എന്തിനാണ്? ചിലപ്പോഴെല്ലാം ഓപ്പോൾ അങ്ങനെയാ, മിണ്ടാപ്പൂതമായിട്ടിരിക്കും. വല്ലാത്തൊരു ഓപ്പോള്. എന്നാലും അവന് ഓപ്പോളെ ഇഷ്ടമാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നത് ഓപ്പോളാണ്. ഉരമുള്ള പീച്ചയ്ക്ക് കൊണ്ട് മേലൊക്കെ തേക്കുന്നത് അവന് ഇഷ്ടമേ ആവാറില്ല. തോർത്തുമുണ്ടിൻ്റെ തുമ്പ് കൂർപ്പിച്ച് ചെവിയിൽ തിരുവുമ്പോൾ അവന് ഇക്കിളി തോന്നും. ഓപ്പോളാണ് കഞ്ഞി വിളമ്പിത്തരുന്നത്. കഞ്ഞി കുടിച്ച് കൈ കഴുകിയാൽ ഈറം മുണ്ടുകൊണ്ട് നെഞ്ചത്തെ വെള്ളം തുടച്ച് തലേ ദിവസം തിരുമ്പി മടക്കി വെച്ച ഷർട്ടും വള്ളി ട്രൗസറും ഇടിയിക്കും. തല ചെയ്യിക്കഴിഞ്ഞാൽ മുഖത്തെ എണ്ണമീനിപ്പ് ഒരിക്കൽ കൂടി തുടച്ചു കളഞ്ഞാൽ അവന് സ്കൂളിൽ പോകാം. രാത്രിയിൽ അവൻ ഉണ്ണാനിരിക്കുമ്പോൾ ഓപ്പോളും അടുത്തുണ്ടാവും. ഓപ്പോള് വാരിത്തരുന്നതാണ് അവനിഷ്ടം. പക്ഷെ വലിയമ്മ കാണുമ്പോൾ ഓപ്പോള് ചോറെടുത്ത് തരില്ല. കാരണം ഒരിക്കൽ വലിയമ്മ പറഞ്ഞു, ചോറ് തൊള്ളേ കൊടുക്കണു, ഒരിള്ളക്കുട്ടി. ചിലപ്പോൾ മാത്രമേ ഓപ്പോള് വലിയമ്മയോട് മറുപടി പറയൂ. ഓപ്പോള് പറയുന്നത് കേൾക്കുമ്പോൾ വലിയമ്മയുടെ കലി വർദ്ധിക്കും. പിന്നെ ബഹളമായി കുറേ പറഞ്ഞാൽ ഓപ്പോള് കരയും. ചിലപ്പോൾ വലിയമ്മയും. വലിയമ്മ കരഞ്ഞ അവന് ഒന്നുമില്ല. ഒരിക്കൽ മാത്രമേ വലിയമ്മ കരയുന്നത് കണ്ട് അവന് സങ്കടം തോന്നിയിട്ടുള്ളൂ. അത് ഓപ്പോളായി ലഹള കൂട്ടിയിട്ടല്ല. ആ സംഭവം അപ്പു മറന്നിട്ടില്ല. വലിയമ്മയെ കരയിപ്പിച്ച ആ മനുഷ്യനെയും. ചക്കൻ ഉണ്ടാക്കിക്കൊടുത്ത ഓലപ്പന്ത് തട്ടിക്കൊണ്ട് അപ്പു മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ പടിക്കൽ നിന്നൊരു വിളി, അമ്മാ. നോക്കുമ്പോൾ ഒരാളുണ്ട് വേലിയും പിടിച്ച് നിൽക്കുന്നു. നീണ്ട കൈയുള്ള കുപ്പായവും കക്ഷത്തൊരു സഞ്ചിയുമുണ്ട്. വലിയമ്മ മുറ്റത്തിറങ്ങി വേലിക്കരിയിലേക്ക് നടന്നു. വലിയമ്മ എന്തെല്ലാമോ പറയുന്നു.
നിന്റെ തള്ളയല്ലേ പറയണേ? ഇത്രത്തോളം വന്നിട്ട് ഇവിടെ ഒന്ന് കയറിയാൽ എന്താ കുമാര? വലിയമ്മ പറയുന്നത് ന്യായമാണെന്ന് അപ്പൂനും തോന്നി. ഏതാ ഇത്ര വലിയ പവറുകാരൻ? അയാൾക്ക് വലിയമ്മോട് വർത്താനം പറയണമെങ്കിൽ അങ്ങോട്ട് വിളിക്കണോ? വീട്ടിൽ കയറി വന്നൂടെ? അയാൾ പറയുന്നത്, ഈ പടീനി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് 5-6 കൊല്ലമായില്ലേ, അതിനി ഉണ്ടാവില്ലമ്മേ. വലിയമ്മയ്ക്ക് 2 വലിയ ചീത്ത അങ്ങോട്ട് കൊടുത്താലെന്താ? എപ്പോഴും കുരച്ചു ചാടാറുള്ള വലിയമ്മ ആ പവറുകാരനോട് പിന്നെയും കെഞ്ചുകയാണ്. വട്ടിയിലിട്ടതായി പോയില്ലേ, എനിക്ക് അവളെ കൊല്ലാൻ വയ്ക്കുമോ? അതിന് അയാൾ പറഞ്ഞ മറുപടി അപ്പൂന് മനസ്സിലായില്ല. എടാ, എൻ്റെ തല തെക്കേ കണ്ടത്തിൽ എത്തണ കാലം വരെയെങ്കിലും അത് കഴിഞ്ഞാൽ ഇതും കൂടി ഉണ്ടാവില്ല. വലിയമ്മ ശബ്ദം താഴ്ത്തി പിന്നെയും എന്തോ പറഞ്ഞു. അയാൾ വീണ്ടും കയർക്കുകയാണ്. ഈ വേദാന്തം മകളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് അയാൾ അവൻ്റെ നേരെ നോക്കി. ആ നോട്ടം അത്ര സുഖമുള്ളതല്ല. തരം കിട്ടിയാൽ കുട്ടികളുടെ കഴുത്ത് പിരിച്ച് പൊക്കണത്തിലാക്കാൻ നടക്കുന്നൊരു ഗോസായി ഉണ്ടല്ലോ, അയാൾ നോക്കിയപ്പോൾ കൂടി അപ്പൂന് ഇത്ര ഭയം തോന്നിയില്ല. ഈ മനുഷ്യനും കഴുത്ത് പിരിക്കുമോ? അവൻ പതുക്കെ ഉമ്മറത്തേക്ക് കയറി. ഓപ്പോൾ അകത്തേക്ക് പോയിരുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതുക്കൾ വാഴക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓപ്പോൾ നിൽക്കുകയായിരുന്നു. മുണ്ടിൻ്റെ കോന്തലയിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് അപ്പു ചോദിച്ചു, ആരാ ഓപ്പോളെ പഠിക്കല്? ഓപ്പോൾ അത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഓപ്പോളെ, ആരാ പഠിക്കല്? ഓപ്പോൾ എന്തോ പറയാൻ ഭവിച്ചു, പക്ഷെ പറഞ്ഞില്ല. ആരാ ഓപ്പോളെ? അത് കഴുത്ത് പിരിക്കുവോ? ആര്? അയാളെ കുട്ടികളുടെ കഴുത്ത് പിരിക്കില്ലേ? ഓപ്പോൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അത് മോൻ്റെ അമ്മാമ്മയാ. അതല്ലേ പുതുമ. അമ്മാമ്മയായിട്ട് മൂപ്പര് ഇതാണോ ചെയ്യേണ്ടിയിരുന്നത്? പഠിക്കൽ വന്നു നിന്ന് പതുക്കെ വല്യമ്മയെ വിളിക്കുക, എന്നിട്ട് പേടിപ്പെടുത്താൻ വേണ്ടി അപ്പൂനെ വല്ലാതെ നോക്കുക. വല്ലാത്തൊരമ്മാമ്മ. ഓപ്പോൾ വെറുതെ പറഞ്ഞതാവോ? അതെ ഓപ്പോളെ. അതെ. അമ്മാമ്മ എന്താ വരാത്തത്? അതിന് ഓപ്പോൾ മറുപടി പറഞ്ഞില്ല. എന്താ ഇങ്ങോട്ട് വരാത്തത്? അമ്മാമ്മ വരില്ല. പിന്നെ ചോദിക്കാൻ ഭാവിക്കുമ്പോൾ ഓപ്പോളുണ്ട് കണ്ണു തുടയ്ക്കണം. ഈ ഓപ്പോൾക്ക് ഭ്രാന്താ. അപ്പോൾ വലിയമ്മ അകത്തേക്ക് വന്നു. വലിയമ്മയെ കണ്ടപ്പോഴാണ് അപ്പു അമ്പരുന്നത്. വലിയമ്മ തേങ്ങിക്കരയുകയായിരുന്നു. കണ്ണുനീരിനിടയിൽ അവർ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പുവിനും സങ്കടം തോന്നി. എത്ര ചീത്ത പറഞ്ഞാലും അവൻ്റെ വലിയമ്മയല്ലേ. കുറച്ച് ആത്മവിശ്വാസത്തോടെ അവൻ ഉമ്മറത്ത് വന്ന് പഠിക്കലേക്ക് കണ്ണോടിച്ചു. അമ്മാമ്മ പോയിക്കഴിഞ്ഞിരുന്നു. ഒരമ്മാമ്മനുണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ ഇങ്ങനെ നോക്കി പേടിപ്പെടുത്തരുത്. പഠിക്ക വന്നെന്ന് വലിയമ്മയെ വിളിച്ച് അതും ഇതും പറഞ്ഞ് കരയിപ്പിക്കരുത്. പടിഞ്ഞാറെ വീട്ടിലെ ജാനുവിനൊരമ്മാമ്മയുണ്ട്. അയാൾ ദൂരത്തെവിടെയോ ആണ്. 7 കടലും കടന്ന് ചെന്നാലേ അയാളുടെ ദിക്കിലെത്തൂ. അവിടെ പട്ടുകുപ്പായവും മുട്ടുകുടയും ധാരാളമുണ്ട്. അയാൾ വന്നപ്പോൾ ജാനുവിന് ഇത് 2ഉം കിട്ടി. മുട്ടുകുടയ്ക്ക് നല്ല ഭംഗിയുണ്ട്, തീരെ കനമില്ല. അവൾ അമ്പലത്തിലേക്ക് അമ്മയുടെ കൂടെ പോകുമ്പോഴേ അത് എടുക്കൂ. കുപ്പായം പാകമാകാത്തത് കൊണ്ട് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. വീട്ടിലുള്ള അവളുടെ അമ്മാമൻ ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾക്ക് കൂടുതൽ ഇഷ്ടം 7 കടൽ കടന്നു വന്ന അമ്മാമനെയാണ്. അയാൾ ഇനി അടുത്ത കൊല്ലവും വരുമത്രേ. അപ്പുവിൻ്റെ അമ്മാവൻ ഇങ്ങനെ കുഴപ്പക്കാരനായതിനാൽ അവന് സങ്കടമുണ്ട്. അയാൾ വരില്ലെന്നാണ് ഓപ്പോൾ പറഞ്ഞത്. അയാൾ പാർക്കുന്ന സ്ഥലത്ത് മുട്ടുകുട കിട്ടുമോ? കിട്ടിയാൽ തന്നെ അയാൾ കൊണ്ടുവരില്ല. കണ്ടില്ലേ നോട്ടം. വലിയമ്മയെ കൂടി കരയിപ്പിച്ചു കളഞ്ഞു. വീട്ടിനകത്ത് കയറാത്തത് പിണക്കമുള്ളത് കൊണ്ടാവും. ആരോടാണ് പിണക്കം? ഇനി വരുമ്പോൾ ചോദിക്കാൻ ഉറച്ചതായിരുന്നു, പക്ഷെ അമ്മാമ്മ വന്നില്ല. അമ്മാമ്മ എവിടെയാണ്? ഓപ്പോൾ പറയുന്നില്ല. ജാനുവിന് അങ്ങനെ ഒരാളെ അറിയില്ല. അവനൊരമ്മാമ്മയുണ്ടെന്ന് വിശ്വസിക്കാൻ കൂടി അവൾക്ക് പ്രയാസം. ചക്കന് കുറച്ചൊക്കെ അറിയാം. ഓൾക്ക് പോയക്കര വീടും പറമ്പുണ്ട്. ചക്കൻ കണ്ടിട്ടുണ്ടത്രേ. അവൻ ആ വഴി പോയ കാലത്താണ് പുതിയ പുരയ്ക്ക് ഓടുമേയുന്നത്. അമ്മമ്മ എങ്ങോട്ടെന്താ വരാത്തത്? ഓല് തെറ്റിപ്പോയതല്ലേ. എന്തിനാണ് തെറ്റിയതെന്ന് ചക്കനും അറിഞ്ഞുകൂടാ. ആലോചിക്കുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. പല സംശയങ്ങളും അവന് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആരോട് ചോദിക്കും? ഓപ്പോളാണ് അവൻ്റെ സംശയങ്ങൾ സാധാരണ തീർക്കുക. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണത്. അവൻ ഊണ് കഴിക്കുമ്പോഴേക്കും വടക്കേ അറയിൽ കോസറി വിരിച്ചിട്ടുണ്ടാവും. ചുവപ്പിൽ വലിയ വെള്ള പൂക്കളുള്ള ഒരു പഴയ സാരിയാണ് കോസറയിൽ വിരിക്കുക. അതുകൊണ്ടാണ് അവൻ ആ കോസറയിൽ കിടക്കാൻ ഇഷ്ടം. അത് ഓപ്പോളുടെ സാരിയാണ്. ഓപ്പോൾക്ക് മറ്റൊരു സാരിയും കൂടി ഉണ്ട്.
അത് പെട്ടിയിൽ മടക്കി വെച്ചിരിക്കുകയാണ്. ഓപ്പോൾ അത് ഉടുത്ത് കണ്ടിട്ടില്ല. ആ പെട്ടി തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. കൈതപ്പൂവിൻ്റെ മണം പരത്തുന്ന സാരിയും ചുറ്റി ഓപ്പോൾ നടന്നാൽ നല്ല രസമുണ്ടാവും. ഊണ് കഴിഞ്ഞ് ഉടനെ കിടക്കുമെങ്കിലും ഓപ്പോൾ വരുന്നതുവരെ അപ്പു ഉറങ്ങില്ല. അടുക്കള അടിച്ചു വാരി പാത്രങ്ങൾ കഴുകി വെച്ച ശേഷമേ ഓപ്പോൾ വരൂ. ഓപ്പോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവൻ സംശയങ്ങൾ ഓരോന്ന് ചോദിക്കും. ഞാനും അന്ന് പറഞ്ഞതൊക്കെ നുണയാണോ എന്നാണ് മിക്കപ്പോഴും അവൻ അറിയേണ്ടത്. അവൾ എന്ത് നുണയാണെന്നോ ചിലപ്പോൾ പൊട്ടിക്കുക. 9 കുട്ടിയെ തിന്ന ഒരു പാമ്പുണ്ടത്രേ അവളുടെ വീടിൻ്റെ തെക്കുള്ള പാമ്പിൻകാവിൽ. അത് കല്ല് വെച്ച നുണയല്ലേ? ഒരു പാമ്പിൻ്റെ വയറ്റിൽ 7 കുട്ടിയെ തന്നെ കൊള്ളില്ല. ഒരിക്കൽ ജാനു പറഞ്ഞു അവൾ ദൈവത്തെ കണ്ടുവെന്ന്. അപ്പുവിന് വിശ്വാസമായില്ല. അപ്പു കണ്ടിട്ടില്ല, ചക്കൻ കണ്ടിട്ടില്ല, ഓപ്പോളും കൂടി കണ്ടിട്ടില്ല. ജാനു രാത്രിയിലാണത്രേ കണ്ടത്. ദൈവത്തിന് ആണ്ടിയൂട്ടിന് വന്ന പൂശാരിയേക്കാളും താടിയും മീശയുണ്ട്. അവൾ നുണയാണോ പറയുന്നതറിയാൻ അപ്പു ചോദിച്ചു. തലയിലെന്താ? എന്ത് തലയിൽ? ദൈവത്തിൻ്റെ തലയിൽ. ജാനു കിണഞ്ഞാലോചിച്ച ശേഷം പറഞ്ഞു, തലമുടി. പോയി. അപ്പു ആർത്ത് വിളിച്ചു. ദൈവത്തിൻ്റെ തലയിലെ കിരീടാണ്. അത് ജാനു കണ്ടിട്ടില്ല. അവൾ നാണിച്ചു പോയി. നുണ പറയെങ്കിലും അവളെ അവൻ ഇഷ്ടമായിരുന്നു. അവളുണ്ടായിരുന്നപ്പോൾ കളിക്കാൻ കൂട്ടുണ്ട്. ഇപ്പോൾ അവളും ഇല്ല. ജാനുവിനെ അവളുടെ അച്ഛൻ കൊണ്ടുപോയി. കാടും മലയുമുള്ള സ്ഥലത്തേക്കാണ് പോയത്. പക്ഷെ കടൽ കടക്കണ്ട. കടലുകൾ 7 കടന്നു ചെന്ന് എത്തുന്നത് അവളുടെ അമ്മാമ്മ താമസിക്കുന്ന സ്ഥലത്താണല്ലോ. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവൾക്ക് തീവണ്ടിയിലിരിക്കാം. തീവണ്ടി വലിയ കുന്നിൻ്റെ പയറ് തുളച്ചാണത്രേ പായുക. പോകുന്നതിൻ്റെ തലേ ദിവസം ജാനു അപ്പുവിൻ്റെ വീട്ടിൽ വന്നു. കൂടെ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ നാളെ തീവണ്ടിയിൽ കയറി പോകൂലോ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ അല്പം അസൂയാണ് തോന്നിയത്. അവൾക്ക് എന്തെല്ലാം കാണാം. അവൾ പോകുന്ന സ്ഥലത്ത് നല്ല റബ്ബർ പന്തും സൈക്കിളും ഒക്കെ കാണുമായിരിക്കും. അപ്പുവിന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകാതെ അവൻ എന്തു ചെയ്യും? താലപ്പൊലിപ്പാല നിൽക്കുന്ന കുന്നിനപ്പുറം അവൻ കണ്ടിട്ടില്ല. 7 കടലിനപ്പുറമുള്ള രാജ്യങ്ങൾ, കൂറ്റൻ കുന്നുകളുടെ വയറ് തുളച്ചു പായുന്ന തീവണ്ടി, മുട്ടുക്കുടയും പട്ടുകുപ്പായങ്ങളും നിറഞ്ഞ ആ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. ജാനുവിൻ്റെ അമ്മ ഓപ്പോളോട് യാത്ര പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചതാണത്രേ. ജാനുവിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സാരിയുണ്ട്. അവർ ജാനുവിൻ്റെ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടത്രേ. പിന്നെ ഒരു തമാശ കേൾക്കണോ? ജാനുവിൻ്റെ അച്ഛനെപ്പറ്റി അവളുടെ അമ്മ പറയുക അമ്മുവിൻ്റെ അച്ഛൻ എന്നാണ്. ജാനുവിൻ്റെ അമ്മ പോയപ്പോൾ ഓപ്പോളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു പക്ഷേ ഓപ്പോൾക്കും കുന്നിൻ്റെ വയറ് തുളച്ച് പായുന്ന തീവണ്ടിയിൽ പോകണമെന്നുണ്ടായിരിക്കും. ഓപ്പോൾ എവിടേക്കും പോവാറില്ല. അമ്പലക്കുളത്തിലേക്ക് കൂടി. കുളിക്കുന്നത് വീട്ടിൽ കിണറ്റും കരയിലാണ്. പടിക്കലെ ഭഗവതിക്കാവിൽ പാട്ടും താലവും ഉണ്ടായപ്പോൾ വലിയമ്മ പോയി, അപ്പവും പോയി. എന്നിട്ടും ഓപ്പോൾ വന്നില്ല. ഓപ്പോൾ വരില്ലേ വല്യമ്മേ? അപ്പോൾ വലിയമ്മ കുരച്ചു ചാടി, ചെക്ക മിണ്ടാണ്ടവിടെ നിന്നോ. കഴിഞ്ഞ ഇടവത്തിലാണ് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയായി. അത് ജയിച്ചാൽ അവനിനി 2ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ജാനു അവളുടെ അച്ഛൻ്റെ സ്ഥലത്തെത്തിയാൽ സ്കൂളിൽ പോകുമത്രേ. അവിടെയും സ്കൂളുണ്ടായിരിക്കും. കേളുമാഷ് ഉണ്ടാവോ ആവോ? ഉണ്ടാവാതിരിക്കട്ടെ, അടി വാങ്ങിക്കാതെ കഴിയാമല്ലോ. ക്ലാസ്സിൽ അവനൊരു കൂട്ടുകാരനുണ്ട്, കുട്ടിശങ്കരൻ. പാടത്തിൻ്റെ മറുകരയ്ക്കാണ് കുട്ടിശങ്കരൻ്റെ വീട്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. കേളുമാസ്റ്റർ ചിലപ്പോൾ കുട്ടിശങ്കരനെ കുട്ടിച്ചാത്തനെന്ന് വിളിക്കും. എല്ലാവരും ചിരിക്കും. അവനത് കേൾക്കണം. എന്നാലും കേളുമാഷ് അടിക്കുന്ന അടി സഹിച്ചുകൂടാ. കുട്ടിശങ്കരൻ ഒരിക്കൽ അവനൊരു ചെറുനാരങ്ങ സമ്മാനിച്ചു. അത് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവൻ്റെ വീട്ടിൽ തലേ ദിവസം കുറേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നത്രേ. അവൻ്റെ കുഞ്ഞോപ്പോളുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് എന്തിനാ ചെറുനാരങ്ങ? പൊട്ടാ, അതറിയില്ലേ? അവൻ ചോദിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ നാട്യം അവൻ ഒരുപാട് കല്യാണം കണ്ടിട്ടുള്ള പോലെയാണ്. കല്യാണത്തെപ്പറ്റി കുട്ടിശങ്കരൻ വിവരിച്ചു കൊടുത്തു. വളരെ ആളുകൾ വീട്ടിൽ വരും. പന്തലിൽ വന്നിരിക്കുന്നവരെയെല്ലാം കുപ്പിയിൽ പനിനീര് നിറച്ച് തളിക്കും. പനിനീരിന് നല്ല വാസനയുണ്ട്. പിന്നെ കളപ്പവും ചെറുനാരങ്ങയും എല്ലാവർക്കും കൊടുക്കുമത്രേ. ഇതൊന്നും അപ്പോ വിശ്വസിച്ചില്ല. നുണയാണെന്ന് തുറന്നു പറഞ്ഞാൽ അവൻ ചോദിക്കും, നീ കല്യാണം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും.
കുട്ടിച്ചങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പു പറഞ്ഞു, നിൻ്റോടെ എൻ്റെ ഓപ്പോൾക്ക് കല്യാണം ഉണ്ടായ അനക്കും നാരങ്ങ തരണ്ട്. പക്ഷേ കുട്ടിശങ്കരൻ പറയുകയാണ്, അതിന് അനക്കുണ്ടോ ഓപ്പോള്? അത് കേട്ടപ്പോൾ അപ്പുവിന് കലശലായ ദേഷ്യം വന്നു. കുട്ടിച്ചാത്ത എന്ന് 4 വട്ടം വിളിച്ച് ചെകിടത്തടിക്കാനാണ് തോന്നിയത്. കുട്ടിശങ്കരൻ അവനേക്കാളും വലിപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല. നിൻ്റെ ഓപ്പോള് പിന്നെ ആരുടെയാ? പൊട്ട, എൻ്റെ ഓപ്പോള എൻ്റെ അമ്മയല്ലേ? അപ്പോൾ കുട്ടിശങ്കരൻ്റെ വിട്ടിത്തരം ഓർത്ത് ചിരിയാണ് വന്നത്. വെറുതെ അല്ല കേളുമാഷ് കുട്ടിച്ചാത്തന് ബുദ്ധിയില്ല എന്ന് പറയണത്. പോടാ, അനക്കൊന്നും അറിയില്ല. പിന്നെ അനക്കാന്നിച്ചാ എൻ്റെ അമ്മ പറഞ്ഞൂലോ. എൻ്റെ അമ്മയ്ക്കാന്നിച്ചാ പിന്നെ പിണക്കമായി. കുട്ടിശങ്കരൻ ചെറുനാരങ്ങ തിരിച്ചു ചോദിച്ചു. ചെറുനാരങ്ങ എടുത്ത് മുന്നിലെറിഞ്ഞ് അവനൊന്ന് കൊഞ്ഞനം കാട്ടി. സ്കൂൾ വിട്ടു വരുമ്പോൾ അവൻ ആലോചിച്ചു, ഓപ്പോൾ എങ്ങനെയാണ് അമ്മയാവുക? അവന് അമ്മയും അച്ഛനും ഇല്ല. ഓപ്പോളും വലിയമ്മ മാത്രമേ ഉള്ളൂ. അതിൽ വലിയമ്മയെ കണക്കിൽ കൂട്ടണ്ട. ചെക്ക അത് ചെയ്യണ്ട, ചെക്ക ഇത് ചെയ്യണ്ട, ചെക്ക എൻ്റെ തല കണ്ടപ്പോ ചെക്ക. അവന് ഓപ്പോള് മതി. എന്നിട്ട് ആ നല്ല ഓപ്പോൾ അമ്മയാണെന്ന് പറയുന്ന കുട്ടിച്ചാത്തനെ എന്താണ് ചെയ്യേണ്ടത്? അവന് അമ്മ വേണ്ട. അമ്മ ഉണ്ടാവുമ്പോഴുള്ള കുഴപ്പം അവൻ കാണുന്നുണ്ട്. ഓപ്പോളുടെ അമ്മയല്ലേ വലിയമ്മ. എന്നിട്ട് ഓപ്പോൾക്ക് എപ്പോഴെങ്കിലും സ്വൈര്യമുണ്ടോ? കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഓപ്പോൾ രാവും പകലും കരച്ചിൽ തന്നെയാ. വലിയമ്മ ചീത്ത പറയുന്നില്ല, എന്നിട്ടും കരച്ചിൽ തന്നെ കരച്ചിൽ. ഈ ഓപ്പോൾക്ക് പ്രാന്ത. ഓപ്പോൾക്ക് അപ്പുവിനോട് പിണക്കമില്ല. രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഓപ്പോൾ പലതും പറഞ്ഞു. കഥയല്ല, കഥ കേൾക്കാനാണ് അപ്പുവിനിഷ്ടം. ഓപ്പോൾക്ക് കുറേ കഥകൾ അറിയാം. മാണിക്കക്കല്ല് കണ്ട രാജകുമാരന്റെ കഥ. അത് കേട്ട ശേഷമാണ് മാണിക്കക്കല്ല് കണ്ടാൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള സൂത്രം അപ്പുവിന് മനസ്സിലായത്. ചാണകത്തിലാണ് പൊതിയേണ്ടത്, എന്നാൽ ശോഭ കാണില്ല. പിന്നെ കല്ലായി പോയ രാജകുമാരിയുടെ കഥ. ജീവിപ്പിക്കാൻ കുട്ടിയെ അറുത്ത് കല്ലിൽ ചോര ഒഴിച്ചത് കേട്ടപ്പോൾ അപ്പുവിന് കരച്ചിൽ വന്നു. ഇപ്പോൾ ഓപ്പോൾ കഥയൊന്നും പറയാറില്ല. മിണ്ടാതെ കിടക്കും. കുറെ കഴിഞ്ഞാൽ ചോദിക്കും, മോൻ ഉറങ്ങിയോ? ഇല്ല. മോൻ നല്ലോണം പഠിക്കണം. മോനെ നല്ല കുട്ടിയാവണം. വലുതായ ഓപ്പോളെ നല്ലോ നോക്കില്ലേ? ഇതെന്ത് അർത്ഥമില്ലാത്ത ചോദ്യമാണ്. 4 മൂളും. ഓപ്പോൾക്ക് മോനേ ഉള്ളൂ. 2-3 ദിവസമായി ഓപ്പോൾക്ക് സുഖമില്ല. കുളിപ്പിക്കുമ്പോഴും ചോറ് കുഴയ്ക്കുമ്പോഴും തല ചെയ്യുമ്പോഴും ഒന്നും പറയില്ല. വെറുതെ അവന്റെ മുഖത്ത് അങ്ങനെ നോക്കും. എന്നിട്ട് അന്തം വിട്ടുകൊണ്ട് ഒരിരുത്തമുണ്ട്. ഈ ഓപ്പോക്ക് പ്രാന്ത. ഉച്ചയ്ക്ക് ഓപ്പോളും വലിയമ്മയും നടുവിലെ മുറിയിൽ നിലത്ത് കിടക്കുമ്പോൾ വലിയമ്മ പറയുന്നത് കേട്ടു. ഓനെ വിചാരിച്ച് ഈ മനസ്സ് ഉണ്ടാക്കണ്ട. ഓപ്പോൾ ഒന്നും പറഞ്ഞില്ല. വന്നത് വന്നോ. അതും ഇതും ആലോചിച്ചാൽ നില കിട്ടില്ല. ഇതങ്ങോട്ട് ശരിയായ ജയിച്ചു. അതിനും ഓപ്പോൾക്കൊന്നും പറയാനില്ല. അതൊക്കെ ശങ്കരൻ നായർ നടത്തും. അയാൾ ആന്തരമുള്ളവനാ. അമ്മ എന്താ അമ്മേ പറയണ? നീയേ. വലിയമ്മയുടെ ശബ്ദം കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടു. വെറുതെ ഓരോന്നിനും ഒരുങ്ങണ്ട. ഇതും പഴിച്ചാ പിന്നെ ജന്മം മുഴുവൻ ഇങ്ങനെ തന്നെ ഇരുന്നോളുണ്ട്. ഇത് ചതിയല്ലേ? ഓപ്പോളാണ് ചോദിക്കുന്നത്. ഏത്? ഇതന്നെ. അത് നീ അറിയണ്ട. പിന്നെ അതിന്റെ കേടും കൂടി എനിക്കാവും. അതൊക്കെ ശങ്കരൻ നായർക്ക് നിശ്ചയുണ്ട്. വയനാട്ടിൽ കിടക്കണ ആൾക്ക് ഇതിന്റെ കമ്പിയല്ലേ? അമ്മ അപ്പവും ചിപ്പും മാളുവ നിന്നോട് ഞാനാ പറയണ. ഈ അനർത്ഥം ഒന്ന് ഒഴിവാക്കാൻ നിരീക്കുമ്പോ ഓപ്പോളും മിണ്ടുന്നില്ല. തേങ്ങലുകൾ മാത്രം കേട്ടു. വീണ്ടും വലിയമ്മ പറഞ്ഞു, ഒക്കെ ശങ്കരൻ നായർ ഏറ്റിട്ടുണ്ട്. ഏതാണ് ഈ ശങ്കരൻ നായർ? ഇത്ര വലിയ കേമനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടു, ശങ്കരൻ നായർ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. ശങ്കരൻ നായർ നല്ല മനുഷ്യനായിട്ടാണ് തോന്നിയത്. അയാൾ തിണ്ണയിലിരുന്ന് വലിയമ്മയുമായി സംസാരിക്കുമ്പോൾ പപ്പടവട്ടത്തിലുള്ള നരച്ച തലമുടിയുടെ ഭംഗിയാണ് അവൻ നോക്കിയത്. അയാൾക്ക് വലിയമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും അവന് കേൾക്കണ്ട. വയനാട്ടിൽ വെച്ച് കല്യാണം നടത്തുന്നുണ്ടത്രേ. നടത്തിക്കോട്ടെ. ചെക്കൻ്റെ കാര്യം ചെവിയിൽ വീഴാതെ നോക്കണം. നോക്കിക്കോട്ടെ. അപ്പൂന് ആ പപ്പടവട്ടത്തിൽ നിർത്തിയ തലമുടി ഒന്ന് നല്ലതുപോലെ കാണുകയേ വേണ്ടു. അതിൻ്റെ നടുവിലൊരു 4 നീണ്ട മുടി വെച്ച് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സ്കൂളിലെ തോട്ടത്തിൻ്റെ നടുവിൽ ചട്ടിയിൽ കുതിരവാലി വെച്ച പോലെ ഭംഗിയുണ്ടാവും. അവൻ തല പുറത്തേക്കിട്ടൊന്നുകൂടി നല്ലപോലെ നോക്കി. ശങ്കരൻ നായർ ശബ്ദം താഴ്ത്തി. വലിയമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പൂനെ കണ്ടു. അപ്പു മുറ്റത്ത് പോയി കളിച്ചാ? അവനകത്ത് പോയി. ഓ, അവരുടെ പഞ്ചായത്ത്.
വയനാട്ടിലെ കല്യാണം കൊണ്ട് അവനെന്ത് കാര്യം? ഒരു ചെറുനാരങ്ങ കൂടി കിട്ടില്ല. ആര് വേണമെങ്കിൽ കല്യാണം നടത്തിക്കോട്ടെ, അപ്പൂനെന്ത് ചെയ്തം? അകത്തെ മുറിയിൽ അരിയിട്ട് വെക്കുന്ന മുരുക്ക് പെട്ടി അവനൊന്ന് തുറന്നടച്ചു. അതിനകത്ത് ചിറകമുളയ്ക്കാത്ത ഒരു കൂറ കണ്ണുമിഴിച്ചു നോക്കുന്നു. ജനാലയിൽ കയറുന്ന ചുമരിലെ ആണിയിൽ തൂക്കിയിട്ട പൂവട്ടിയിലൊന്ന് നോക്കി. വെറുതെ. അതിൽ കടുകാണ്. അടുക്കളയിൽ നിന്ന് ഓട്ടുഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടു. ഓപ്പോളാണ് അടുക്കളയിൽ. വലിയമ്മ വിളിച്ചു, മാളുവോ? ഗ്ലാസ് വീണതിന് ചീത്ത പറയാനാവുമോ? എടി മാളുവോ? ഓപ്പോൾ ഉമ്മറത്തേക്കുള്ള വാതുക്കൾ വന്നു നിന്നു. എന്തൊക്കെയാണിപ്പോൾ ഓപ്പോൾ കേൾക്കാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് അപ്പു ചെവി ഓർത്തു. ഒക്കെ അമ്മ പറഞ്ഞില്ലേ? ശങ്കരൻ നായരാണ് ചോദിക്കുന്നത്. ഒന്നും വിചാരിക്കാനില്ല, ഒക്കെ ഞാൻ ഏറ്റു. അയാൾ നല്ല ഒരുത്തനാ, ഒറ്റത്തടി. ഇതൊന്നും അയാൾ അറിയാൻ പോണില്ല. ഓപ്പോൾ ഒന്നും പറയുന്നില്ല. സംഗതി അവിടെ വെച്ച് നടത്താം. 4 ആളെ ക്ഷണിക്കണം. അത് പതിവില്ലാത്തതെന്ന് പറയില്ലേ? വല്യമ്മയ്ക്കാണ് സംശയം. നിങ്ങൾ എൻ്റെ ബന്ധുക്കളാ, നിങ്ങൾക്ക് ആരുമില്ല. ഞാനാച്ചാ 10-20 കൊല്ലമായിട്ട് അവിടെയാ. അപ്പോൾ ദേവയമ്മയ്ക്ക് മനസ്സിലായോ? എന്താ ശങ്കരൻ നായരെ? അതാ ഞാൻ പറഞ്ഞിരിക്കണ. അപ്പം എൻ്റെ സ്ഥലത്ത് വെച്ച് ചുരുക്കത്തിലൊരു പുടമുറി നടത്തിയാൽ എന്താ തെറ്റ്? അത് ശരി ശങ്കരൻ നായരെ, നിങ്ങളാണ് എനിക്കൊരാശ്രയം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ പാട്ട് പിടിച്ചു കൊണ്ടെന്ന്. അയാൾക്ക് കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അതിനോ? വലിയമ്മ എന്തൊക്കെയോ പിറുപിറുത്തു. അതൊന്നും ചെവിയിൽ വീഴാതെ ഞാൻ നോക്കിക്കൊണ്ട്. ഒക്കെ നേരെയായ ഒരു കൂട്ടുപായസം താഴത്തെ കാവിൽ കഴിക്കാൻ നേർന്നിട്ടുണ്ട്. ഒക്കെ ശരിയാവുന്ന. മകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അയാൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ 4 ഏക്കർ ഭൂമിയുണ്ട്. പണിയെടുത്ത സുഖമായി കഴിയാം. അപ്പോൾ ഓവിൻ്റെ താഴെ വെച്ച ഒഴിഞ്ഞ താമ്പാളത്തിനകത്ത് പതുങ്ങിയിരിക്കുന്ന ഒരു കൊമ്പുള്ള വിദ്വാനെ അപ്പു കണ്ടെത്തി. കൂറയല്ല, ഇതൊരു വലിയ വീരനാണ്. അവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട സമയത്ത് ചൂല് കാണില്ല. നല്ല വണ്ണമുള്ള ഒരു ഈർക്കിലി വേണം. ഉമ്മറത്ത് അപ്പോഴും സംസാരം നടക്കുന്നുണ്ട്. ശങ്കരൻ നായരും വലിയമ്മയാണ് പറയുന്നത്. ഒക്കെ സ്വകാര്യമാണ്. അതാണ് ഇത്ര പതുക്കെ. എന്തോ ആവട്ടെ. എവിടെ പോയി ചൂല്? പതുങ്ങിക്കിടക്കുന്ന കൊമ്പനെ ഒന്ന് വീക്കണം. ചൂലന്വേഷിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഓപ്പോൾ ഉണ്ട് അവിടെ. ഇത്തിരി മുമ്പേ അല്ലേ ഓപ്പോൾ ശങ്കരൻ നായരുടെ പഞ്ചായത്ത് കേൾക്കാൻ പോയത്. ഓപ്പോളോട് ചൂല് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവനെ വാരിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നെറ്റിയിലും തലയിലും കുറെ ഉമ്മ വെച്ചു. ഓപ്പോളുടെ കണ്ണുനീർ അവൻ്റെ മുഖത്തും ശിരസിലും എല്ലാം ഇറ്റു വീണു. ശങ്കരൻ നായർ ഒന്നും ചീത്ത പറയുന്നത് കേട്ടില്ല. വലിയ ചുണ്ടി പിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് കരയുന്നത്? ഈ ഓപ്പോൾക്ക് പ്രാന്താ? രാത്രിയിൽ ഓപ്പോൾ ചോദിച്ചു. ഓപ്പോൾ ഇല്ലെങ്കിൽ മോന് വല്യമ്മയുടെ അടുത്ത് കിടന്നൂടെ? ഞാൻ ഓപ്പോളുടെ കൂടെയാണ്. ഓപ്പോൾ പോയാലോ? എവിടേക്കാ ഓപ്പോൾ പോണ്? ഓപ്പോൾ പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മറുപടി കിട്ടി. എങ്ങോട്ടും ഇല്ല. ഓപ്പോൾ കളി പറയേ? ആവൂ, അപ്പൂന് സമാധാനമായി. ഒരു വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നപ്പോൾ അവന് ഓട്ടട കിട്ടി. അത് പതിവില്ലാത്തതാണ്. അങ്ങനെ പ്രത്യേകമായി എന്തെങ്കിലും കിട്ടിയ ചക്കൻ്റെ മുമ്പിൽ നിന്ന് തിന്നണമെന്ന് അപ്പൂന് നിർബന്ധമുണ്ട്. ആ ചക്കൻ്റെ കൊതി കാണണം. അവന് വല്ലാത്ത കൊതിയാണ്. അവൻ നോക്കി നിൽക്കുമ്പോൾ ഒന്നും തിന്നരുതെന്ന് ഓപ്പോള് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് മൂടിങ്കോൽ ഉണ്ടാക്കാൻ അറിയാം. കറമ്പി അവനെ മാത്രം കുത്തില്ല. അവന് വേണമെങ്കിൽ കറമ്പിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കാം. അട തിന്നാതെ ഒളിച്ചു പിടിച്ച് ഓപ്പോള് കാണാതെ അവൻ മുറ്റത്തിറങ്ങി. ചക്കൻ മൂടയിൽ നിന്നും വൈക്കോൽ വലിച്ചെടുക്കുകയായിരുന്നു. പതിവ് പോലെ ഒരു ചകരം അടിയന് ചെറിയമ്പ്ര എന്നവൻ കെഞ്ചിയില്ല. അടിയന് വല്യമ്പ്രാള് തന്നൂലോ. നുണ. അടിയനാ ഓല് വന്നപ്പോൾ ചായപ്പൊടിയും പഞ്ചാരിയും വാങ്ങിക്കൊണ്ടെന്ന്. ആരേ വന്ന്? വിരുന്നുകാര്. ഇത് നോക്കി ചെറിയമ്പ്ര. ചെക്കൻ മടിയഴിച്ചു കാണിച്ചു. 3 ബീഡിക്കുറ്റി. ആ ബെന്ന തമ്പ്രാൻ വലിച്ചിട്ടതാ. ബീഡി വലിക്കുന്നെങ്കിൽ നല്ല യോഗ്യം തന്നെ ആവണം. ശങ്കരൻ നായർക്ക് പപ്പട വട്ടത്തിലുള്ള മുടി ഉണ്ടെങ്കിൽ കൂടി ബീഡി വലിക്കാൻ വയ്യ. അയാൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വലിയമ്മയെപ്പോലെ വെറുതെ മുറുക്കി തുപ്പി. മോശം. എവിടെ വിരുന്നുകാർ? ഓപ്പോളെ കണ്ട് ചോദിക്കാൻ വീട്ടിനകത്തേക്ക് ഓടി. ഓപ്പോള് തൊടിയിലായിരുന്നു. വലിയമ്മ കാവത്തിന്റെ തൊലി കളയുകയാണ്. എവിടെയാ വലിയമ്മ വിരുന്നുകാര്? എന്ത് വിരുന്നുകാരടാ? ഇവിടെ ആരടാ വിരുന്ന് വരണ്? കാലനോ? പേര് ചെക്കൻ പറഞ്ഞില്ല. കാലനെങ്കിൽ കാലൻ. എവിടെയാ? അതാണ് അവൻ അറിയേണ്ടത്. ചെക്ക
നൊനമ്പിപ്പിത്തരം കൊണ്ട് വന്നാണ്ടല്ലോ കൊല്ലി ഞാൻ അടിച്ചു തിരിക്കും. ഓ, അവന് കേക്കണ്ട. ഒരു വിരുന്നുകാരൻ വന്നപ്പോഴത്തെ പത്രാസാണ് വല്യമ്മയ്ക്ക്. അവൻ പിന്നെ അന്വേഷിച്ചില്ല. രാത്രിയിൽ ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കോസറയിൽ തൊട്ടടുത്ത് ഓപ്പോളില്ല. മുറിയിൽ വിളക്കുണ്ട്. ഓപ്പോൾ പെട്ടി തുറന്നു വെച്ച് സാധനങ്ങൾ എന്തെല്ലാമോ അടുക്കി വെക്കുകയാണ്. മുറിയിൽ കൈതപ്പൂവിൻ്റെ മണമുണ്ട്. അവൻ ഉറങ്ങുമ്പോൾ സമീപത്ത് ഓപ്പോളുണ്ട്. എന്നിട്ട് എഴുന്നേറ്റത് എന്തിനാണ്? രാത്രിയിൽ വിളക്കം കത്തിച്ചിരുന്ന പെട്ടിയിൽ ബ്ലൗസും മുണ്ടുമൊക്കെ കുത്തി നിറയ്ക്കുന്നത് എന്തിനാണ്? പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഓപ്പോളുടെ കഴുത്തിൽ പിടിച്ച് പേടിപ്പിക്കണമെന്ന് തോന്നി. പക്ഷെ എഴുന്നേൽക്കാൻ വയ്യ. കണ്ണുകൾ പതുക്കെ അടയുകയാണ്. രാജകുമാരൻ മാണിക്കക്കല്ല് കണ്ടെത്തിയ കാട് ഓർമ്മയിൽ വരുന്നു. കൈതപ്പൂവിൻ്റെ നേർത്ത മണം. അവൻ വീണ്ടും കണ്ണടച്ചു. രാവിലെ അപ്പു ഉണർന്നില്ല. ഓപ്പോൾ വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. കിണറ്റുംകരയിലെ കുളിയും കഞ്ഞുകുടിയും കഴിഞ്ഞപ്പോൾ ഓപ്പോൾ കുപ്പായം ഇടിവിച്ചു. തല മിനുക്കി കൊടുക്കുമ്പോൾ ഓപ്പോൾ പറഞ്ഞു, മോൻ സ്കൂളിൽ പോകുമ്പോൾ നല്ലോണം നോക്കണം. കന്നും പൈക്കളും വരും. അത് പലപ്പോഴും പറയാറുള്ളതാണ്. അവൻ സമ്മതിച്ചു. കുട്ടികളായിട്ട് തല്ലുകൂടരുത്. വല്യമ്മ മോനെ നല്ലോണം നോക്കും. വല്യമ്മ പറയണ പോലെ വീർത്തി കാട്ടാണ്ട് നടക്കണം. വല്യമ്മ ചീത്തയാ. ഓപ്പോള് മതി മോനെ. കിതച്ചുകൊണ്ട് അവനെ മാറോടടുക്കി പിടിച്ച് ഓപ്പോള് തളർന്ന സ്വരത്തിൽ വിളിച്ചു, എന്റെ മോനെ. ഓപ്പോള് കരയുമോ എന്നായിരുന്നു അപ്പുവിൻ്റെ ഭയം. ഇല്ല, ഇക്കുറി ഓപ്പോള് കരഞ്ഞില്ല. അതുകൊണ്ട് അവന് പരിഭ്രമം ഉണ്ടായില്ല. അപ്പോൾ അവൻ എന്തോ പറയാൻ തോന്നി. പിന്നെ ഓപ്പോളെ, മോനൊന്ന് അമ്മയെന്ന് വിളി. അവനത് ഇഷ്ടമായില്ല. എന്തിനാ ഓപ്പോളെ? ഒന്നിനുമില്ല, വെറുതെ. അതിന് അമ്മ എവിടെ ഓപ്പോളെ? ഓപ്പോൾ അതിന് ഉത്തരം പറഞ്ഞില്ല. ഓപ്പോളുടെ കൈകൾ പതുക്കെ അയഞ്ഞു. അവൾ മുഖം തിരിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. കുറെ കഴിഞ്ഞ് ആണിയിൽ നിന്നും സഞ്ചി എടുത്ത് കയ്യിൽ കൊടുത്ത് പറഞ്ഞു, മോൻ പൊയ്ക്കോ. അപ്പു ഓലക്കുട ചുമലിൽ വെച്ച് അതിൻ്റെ ചായം തേച്ച കാലിൽ സഞ്ചി തൂക്കിയിട്ട് മുറ്റത്തിറങ്ങി നടന്നു. പടി കടന്നപ്പോൾ അവനൊന്ന് വീഴാൻ പോയി. വീണില്ല. ആരെങ്കിലും കണ്ടുവോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മറവാതിലും പിടിച്ചു നിന്ന് ഓപ്പോൾ തുറിച്ചു നോക്കുകയായിരുന്നു. ഗോസായിമാരുടെ നോട്ടം ഓപ്പോൾക്ക് എങ്ങനെ കിട്ടി? അവൻ നോക്കുമ്പോൾ ഓപ്പോൾ ആമയെപ്പോലെ തല വലിച്ചു കളഞ്ഞു. ഈ ഓപ്പോൾക്ക് പ്രാന്ത. പാടത്തിന്റെ മറുകരയിലെത്തിയപ്പോൾ കടലാവണക്കിന്റെ ഇല പൊട്ടിച്ച് പൊള്ളകൾ ഊതി വിട്ടുകൊണ്ട് കുട്ടിശങ്കരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ സഞ്ചിയിൽ 2 നെല്ലിക്ക ഉണ്ടായിരുന്നു. ചെറുത് അപ്പൂന് കൊടുത്തു. ചെറുതായാലും നല്ല മധുരമുണ്ട്. വെള്ളമില്ലാത്ത ഒരു തോടും ഇടവഴിയും ഒരു ചെറിയ കുന്നും കടന്നു വേണം സ്കൂളിലെത്താൻ. കുന്ന് കടക്കുമ്പോഴാണ് പേടി. പോത്തും പശുക്കളും ഒരുപാടുണ്ടാവും. അത് സാരമില്ല. ചിലപ്പോൾ മനമക്കാവിലെ കൂറ്റിനുണ്ടാവുമത്രേ. അപ്പു ഒരിക്കലും കണ്ടിട്ടില്ല. കാണരുതേ. ഉച്ചയ്ക്ക് ഷാരത്തെ നാരായണന്റെ സ്ലേറ്റ് പെൻസിൽ അപ്പുവിന്റെ കയ്യിൽ നിന്ന് വീണു പൊട്ടി. നാരായണൻ കരഞ്ഞു. മാഷോട് പറയാൻ ഭാവിച്ചപ്പോൾ കുട്ടിശങ്കരനാണ് സന്ധ്യ പറഞ്ഞത്. കേളുമാഷ അടുത്ത് കേസ് എന്നാൽ അപ്പുവും വിഷമിച്ചു പോവും. കേസില്ലാതെ കഴിക്കാൻ നാളെ ഒരു 3/4 നാരായണന് കൊടുത്താൽ മതി. അപ്പുവിന് ആശ്വാസമായി. 1/4 ഓപ്പോളോട് ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല. വൈകുന്നേരം വീട്ടിലെത്തി. തിണ്ണയിലേക്ക് പുസ്തകസഞ്ചി ഒരു ഏറ് കൊടുത്ത് അവൻ ഓപ്പോളെ വിളിച്ചു. അപ്പുവോ? ഓപ്പോളല്ല വിളി കേട്ടത്, വലിയമ്മയാണ്. വലിയമ്മ അടുക്കളയിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു, ഇന്നെന്താ അപ്പു നേരത്തെ? ഇന്നെന്തത്ര ലോഗ്യം എന്ന് അങ്ങോട്ട് ചോദിക്കാനാണ് തോന്നിയത്. ചോദിച്ചില്ല. അടി വീണാലോ. എടുത്തു ഓപ്പോള്. കഞ്ഞിയുണ്ട് വിളമ്പിയിട്ട്. കുപ്പായ അഴിച്ചിട്ട് വന്നോ. അവന് കഞ്ഞിയല്ല ആവശ്യം, ഓപ്പോളാണ്. നാളേക്കൊരു 3/4 കിട്ടിയില്ലെങ്കിൽ മാനം പോയി. ഓപ്പോൾ എടുത്തു. അവൻ മടക്കേ മുറിയിൽ കടന്നു. അവിടെ ഓപ്പോളില്ല. കൈതപ്പൂവിൻ്റെ ഒരു നേർത്ത മണം ആ മുറിയിൽ തങ്ങി നിൽപ്പുണ്ട്. എടുത്തു വല്യമ്മേ ഓപ്പോള്. ഓപ്പോൾ ഇവിടെ ഇല്ല. എവിടെ? ഓപ്പോള് ഒരത്തിൽ പോയിരിക്കുക. എവിടേക്കാ? ഓപ്പോളേ, ഓപ്പോൾ പോയിട്ട് വരും. വരുമ്പോ അപ്പുവിന് പന്ത് കൊണ്ടുവരും. പന്ത് കൊണ്ടുവന്നോട്ടെ.
എന്നാലും അവനെ കൂടാതെ അവനോട് പറയാതെ പോയതെന്തിന്? അവൻ അരിശം കയറി. വല്ലാത്തൊരു ഓപ്പോൾ ഇത് ചെയ്തില്ലേ? അപ്പു ഇനി മിണ്ടില്ല. ഈ ഓപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പോളുടെ പെട്ടിയിൽ 3/4 കാണുമായിരിക്കും. 1 3/4 2 3/4 തന്നെ എടുക്കണം. അതിന് ചീത്ത പറയാൻ വന്നാ കാണിച്ചു കൊടുക്കാം. പക്ഷെ പെട്ടി എവിടെ? അവന് കരച്ചിൽ വന്നു. വലിയമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിന് കഞ്ഞി വേണ്ട. അവൻ മുറ്റത്തിറങ്ങി കൂവളത്തറയിൽ ഇളകി കിടക്കുന്ന കല്ലെടുത്ത് ഒതുക്കുകല്ലിൽ ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് പടിഞ്ഞാറപ്പുറത്തേക്ക് നടന്നു. അപ്പുവോ, മോന് വല്യമ്മ കഞ്ഞി വിളമ്പി തരാം. അപ്പുവിന് വല്യമ്മയുടെ ലോഗ്യം വേണ്ട. ഓപ്പിള് വരട്ടെ, റബ്ബർ പന്ത് കയ്യിൽ തന്ന വലിച്ചൊരു ഏറ് കൊടുക്കും. അത് തന്നെ. വലിയമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിനൊന്നും വേണ്ട. അവനൊന്ന് കരയാനാണ് തോന്നിയത്. ഓപ്പോളോട്ടുള്ള അരിശം മുഴുവൻ കാണിച്ചുകൊണ്ട് ഉറക്ക കരയാൻ. ഓപ്പോൾ വരുമ്പോ അവന് കവറിട്ട പന്തും മിഠായുമാണ് കൊണ്ടുവരുന്നെങ്കിലോ? അപ്പോൾ എന്തു ചെയ്യണം? എന്നാലും ഓപ്പോൾ പറയാതെ പോയില്ലേ? വല്ലാത്തൊരു ഓപ്പോള്. ഈ ഓപ്പോക്ക് പ്രാന്താ.